എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വന്ന ഒരു വാർത്ത, കേന്ദ്ര സർക്കാരിന്റെ വിഷ്കൈ നീട്ടം, പെട്രോളിന്റെയും ഡീസലിന്റെയും കയറ്റുമതി തീരുവ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്ന്. മെയിനായിട്ട് ഈ വാർത്ത കണ്ടത് പാർട്ടി പത്രത്തിലും പാർട്ടി ചാനലിലും, അതുപോലെ തന്നെ പാർട്ടി പത്രത്തെക്കാളും പാർട്ടി ചാനലിനെക്കാട്ടിലും കവച്ചു വെച്ചുകൊണ്ട് പാർട്ടിയോട് സ്നേഹം കാണിക്കുന്ന വേറൊരു ചാനലുണ്ടല്ലോ, അവര് അങ്ങനെയുള്ള കുറച്ച് ചാനലുകളുടെയൊക്കെ ഓൺലൈൻ മീഡിയകളിലും അതുപോലെയൊക്കെയാണ് ഈ വാർത്ത കണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ വിഷ്കൈ നീട്ടം, പെട്രോളിന്റെയും ഡീസലിന്റെയും കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചു, ഗണ്യമായി വർദ്ധിപ്പിച്ചു. അത് കണ്ടപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് ഗംഭീര കമന്റുകളും. ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി മോഡിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഇനി എല്ലാം കൂട്ടാം, ആനയാണ് ചേനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായ കമന്റുകളും അതിന്റെ താഴെ. ആ വാർത്ത കൊടുത്തവരോടും അതുപോലെ തന്നെ അതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കമന്റ് അടിക്കണവരോടും ആദ്യം നിങ്ങള് ഇറക്കുമതി എന്ത് കയറ്റുമതി എന്തെന്ന് ആദ്യം പഠിച്ചിട്ട് വേണം ഇതിലിങ്ങനെ വാർത്ത കൊടുക്കാനായിട്ട്. അതുപോലും അറിയാത്തവരെയൊക്കെ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിലും മറ്റൊക്കെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരികയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം വളരെ കുറവാണ്. നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ലോകത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ റിഫൈൻ രാജ്യമാണ്, ക്രൂഡ് ഓയിലിന്റെ റിഫൈൻ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് റിഫൈൻ ചെയ്ത് അത് പെട്രോളും ഡീസലും ഗ്യാസും അങ്ങനെയൊക്കെ വേർതിരിച്ച് പല രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നു. ആ കയറ്റി അയക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവയാണ് നമ്മൾ കൂട്ടിയത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തിൽ നിന്നും ഇങ്ങനെ പെട്രോളും ഡീസലും വാങ്ങുന്നവർക്ക് കൂടുതൽ പൈസ തരേണ്ടി വരും. അതാണ് സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണ്. മോദിയുടെ ഒരു വിഷുക്കൈ നീട്ടം തന്നെയാണ് രാജ്യത്തിന്. അത് അവർ പറഞ്ഞത്, അവരുടെ വാർത്ത വളരെ കറക്റ്റാണ്. കാരണം കൂടുതൽ റേറ്റായി ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന പെട്രോളിനും ഡീസലിനും ഒക്കെ. അപ്പൊ എന്ത് ചെയ്യും? രാജ്യങ്ങള് നമ്മളുടെ നിന്നും പെട്രോളും ഡീസലും വാങ്ങാതെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാൻ നോക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനില് രാജ്യത്തെ ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും കരുതൽ ശേഖരം കൂട്ടിവെക്കാൻ വേണ്ടി മോദി ചെയ്ത ഒരു കാര്യം തന്നെയാണ്. കാരണം കയറ്റുമതി കുറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് പെട്രോളിന്റെയും ഇതിന്റെയൊക്കെ സംഭരണം കൂടുതലുണ്ടായിരിക്കും. അതിനുവേണ്ടി മോദി ചെയ്തതാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വളരെ ആവശ്യമാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം അതൊന്ന് രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലൊക്കെ വെച്ച് നടന്ന മാരത്തോൺ ചർച്ചകളൊക്കെ ഫലം കാണാതെ പോവുകയും ഇപ്പം അമേരിക്കയുടെ പുതിയ വെല്ലുവിളി ഹോർമോസ് കടലിടുക്കിലേക്ക് പോകുന്ന കപ്പലുകളെയും ഞങ്ങൾ തടയും, അവിടെ നിന്ന് വരുന്ന കപ്പലുകളെയും ഞങ്ങൾ തടയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക പുതിയ ഭീഷണിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പുതിയ ചില യുവജന സംഘടനകളൊക്കെ ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ നടത്താറുണ്ട്. ഓഫീസിലേക്ക് കയറുന്നവരെയും ഞങ്ങൾ തടയും, ഇറങ്ങുന്നവരെയും ഞങ്ങൾ തടയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ പുതിയൊരു ഭീഷണി ഇറാനെതിരെ വന്നിരിക്കുന്നത്. ഈ കടലിടുക്കിലേക്ക് വരുന്ന കപ്പലുകളെയും ഞങ്ങൾ തടയും, പോണ കപ്പലുകളെയും ഞങ്ങൾ തടയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപരോധ സമരം. ഈ ഉപരോധ സമരം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ യുവജന സംഘടനകൾ മാത്രമേ നടത്താറുള്ളൂ. ഇപ്പൊ അത് അമേരിക്കയും ചെയ്യാൻ തുടങ്ങിയിരിക്കണം. അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം ഇപ്പോ. അതോടുകൂടി ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എല്ലാത്തിന്റെയും വില കൂടും, നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കൂടും. അപ്പൊ അത് പിടിച്ചു നിർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കണ്ട ഒരു വഴിയാണ് കയറ്റുമതി ചെയ്യുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവ ഉയർത്തുക. അതാണ് ചെയ്തത്. അതിനെയാണ് മോദിയുടെ വിഷുക്കൈ നീട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാര് കളിയാക്കി ഇന്നലെ വാർത്ത കൊടുത്തത്. പക്ഷെ അവരുടെ കളിയാക്കല് ശരിക്കും പറഞ്ഞാൽ സത്യമായി ഇതൊരു വിഷുക്കൈ നീട്ടം തന്നെയാണ് രാജ്യത്തിന്. എല്ലാവർക്കും നമസ്കാരം.